ഹലോ അസ്സലാമലൈക്കും കുറച്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കപ്പ ബിരിയാണി വെക്കാനുള്ള ബീഫ് നല്ലോണം കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ചില നാട്ടുകളിൽ കപ്പ ബിരിയാണി, ചിലയിടത്ത് ഇറച്ചിയും പൂളിയും അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിയും പൂളി എന്നാണ് ഇതിന് പറയൽ. അങ്ങനെ നമ്മൾ കപ്പ ചെറുതാക്കി പീസാക്കി എടുത്ത് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ട് വേണം നമുക്ക് കപ്പ ബിരിയാണി അഥവാ പൂളക്കൂട്ടാൻ, കപ്പക്കൂട്ടാൻ എന്നൊക്കെ പറയും, ഇറച്ചിയും പൂളിയും നമുക്കതുണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ച് വയ്ക്കാം. താളിച്ച് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. ഇത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. വൈകിട്ട് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ നല്ല ചൂടോടുകൂടി കട്ടൻ ചായയും ചൂട് കപ്പ ബിരിയാണി നല്ല ടേസ്റ്റാണ്. ചില ഭാഗത്ത് ഇതിന് ഇറച്ചിയും പൂളിയും, ചിലയിടത്ത് പൂളക്കൂട്ടാൻ, ചിലയിടത്ത് കപ്പ ബിരിയാണി എന്നൊക്കെയാണ് ഇതിന് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക വെച്ചാൽ കമൻ്റ് എഴുതുക. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ഉള്ളി ബ്രൗൺ കളറായി വരുന്ന സമയം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കപ്പ ബിരിയാണി അഥവാ പൂളക്കൂട്ടാൻ ഇതിലിട്ടിട്ട് ഇറച്ചിയും പൂളി ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പുളിയിൽ പിടിച്ച് പൂളക്കൂട്ടാൻ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അത് നമ്മൾ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മൾ കറിവേപ്പില വറ്റൽമുളകും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പക്കൂട്ടാൻ അതായത് പൂളക്കൂട്ടാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ കപ്പ താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പാത്രത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കപ്പ നന്നായിട്ട് വെളിച്ചെണ്ണയും ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല താളിച്ച് വെച്ചിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ചെറു ചൂടോട് കൂടിയുള്ള കട്ടൻ ചായയും ചെറു ചൂടോട് കൂടിയുള്ള കപ്പ ബിരിയാണി നമുക്ക് കഴിക്കാം. ഇങ്ങനെ കപ്പ ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മളെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് തൊട്ട് നോക്കുക. താങ്ക് യു.